വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ അധ്യക്ഷൻ, മറ്റു മുത്താലിം സുഹൃത്തുക്കളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നാഥൻ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. സൂറത്തുൽ കൗസർ എന്നാൽ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് എന്നറിയപ്പെടുന്നത് കൗസർ സൂറത്താണ്. ഖുർആനിലെ 108-ാമത്തെ അധ്യായം സൂറത്താണ് കൗസർ. മാത്രമല്ല, സൂറത്തുൽ കൗസർ മക്കയിൽ അവതരിച്ചതുകൊണ്ട് ഇത് മക്കിയായ സൂറത്തായിട്ടാണ് ഇതറിയപ്പെടുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സൂറത്തുൽ കൗസർ ഖുർആനിൽ തന്നെ മീമില്ലാത്ത സൂറത്ത് എന്നറിയപ്പെടുന്നത് സൂറത്തുൽ കൗസർ എന്ന സൂറത്താണ്. ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം, ഹാസ് ബിൻ വാഹിൽ എന്നറിയപ്പെടുന്ന ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന ഹാസ് ബിൻ വാഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ മരിച്ചതിൻ്റെ പേരിൽ അബുത്തർ എന്ന് അവിടുന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 4 മക്കൾ പെൺമക്കളും 3 മക്കൾ ആൺമക്കളുമായിരുന്നു. ഈ ആൺമക്കൾ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടവരാണ്. എന്നാൽ അതിൽ ഖാസിം എന്ന് പറയപ്പെടുന്ന ആ മകൻ മരിച്ചപ്പോൾ ഈ ഹാസ് ബിൻ വാഹിൽ എന്ന് അറിയപ്പെടുന്ന ഈ ഇസ്ലാമിൻ്റെ ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫഹുവ അബുത്തുർ എന്ന് അവിടുന്ന് വിശേഷിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം ഇവിടെ നിലനിൽക്കില്ല, സ്മരണകൾ നിലനിൽക്കില്ല എന്നാണ് ഇതിൽ വിശേഷിപ്പിക്കുന്നത്. അബുത്തർ എന്നതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയാം. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ നിശ്ചയമായും തങ്ങൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. അതായത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം ധാരാളം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകി. മറ്റൊരർത്ഥം, ധാരാളം പരലോകത്ത് ധാരാളം ഔദുൽ കൗസർ നൽകപ്പെടും എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലായി പ്രബലമായി പറയുന്നത് ഔദുൽ കൗസർ നൽകി എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ല അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അവിടുന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഈ ഔദുൽ കൗസറിനെ പറ്റി അവിടുന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. കൗസർ എന്നാൽ സ്വർഗത്തിലെ ഒരു നദിയാണെന്നും, മാത്രമല്ല അതിൻ്റെ അവിടുത്തെ മണ്ണ് കസ്തൂരിയേക്കാൾ ഗന്ധമുള്ളതും, മാത്രമല്ല അവിടുത്തെ വെള്ളം പാലിനേക്കാൾ മധുരമുള്ളതും, പാലിനേക്കാൾ വെള്ള നിറമുള്ളതും, തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. അവിടുന്ന് ബുഹാരിയിൽ ഇതേ പ്രകാരം ബുഹാരിയിൽ പറയുന്നുണ്ട്, അവിടെ ദാഹവും ഈ ഔദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ദാഹവും ഉണ്ടാവുകയില്ല എന്ന് ബുഹാരിയിലെ 6579 ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹ്ശറയിൽ ജനങ്ങൾ വിചാരണക്ക് നിൽക്കുന്ന സമയത്ത്, നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് അവിടുന്ന് ഹബീബായ തങ്ങൾ ഈ നല്ലവരായ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു വെള്ളമാണ് ഔദുൽ കൗസർ എന്ന്. എന്നാൽ ഇതിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മതത്തിൽ പുത്തൻ ആശയങ്ങൾ, പുത്തൻ വാദങ്ങൾ ഉന്നയിക്കുന്നവരാണെന്ന് ഇത് ഖുർത്തുബിയിൽ 20-ാമത്തെ വാള്യത്തിൽ 157-158 എന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് തങ്ങളുടെ നാഥനു വേണ്ടി നിസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക. മറ്റു പ്രവാചകന്മാർക്ക് നൽകിയതിനേക്കാൾ അല്ലാഹു തആല
ഹബീബായ തങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളം നൽകിയിട്ടുണ്ട്. അതിന് നന്ദിയായി അള്ളാഹുവിനെ നിസ്കരിക്കുകയും ബലിയറുക്കുകയും നിർദ്ദേശിക്കുന്നു. എന്നാൽ ഈ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്നായി നടപ്പാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് നിസ്കരിച്ച് ദീർഘമായി നിസ്കരിച്ചതിൻ്റെ പേരിൽ അത് ഹബീബായ തങ്ങളുടെ കാലിൽ നിന്ന് നീരുകൾ വരുന്ന സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുകയുണ്ടായി, എന്തിനാണ് ഇത്രയും പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഞാൻ അള്ളാഹു ഇത്രയും അനുഗ്രഹം നൽകിയിട്ട് ഞാൻ നല്ലൊരു അടിമയായി മാറേണ്ടയോ ആയിഷ എന്ന് അവിടുത്തെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വൻഹർ എന്ന് ചില അഭിപ്രായ പ്രകാരം വൻഹർ എന്നാൽ നമ്മുടെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഇരു കൈകളും മേപ്പോട്ട് ഉയർത്തി തൻ്റെ നെഞ്ചിതായ ഇടതു കൈന്മേൽ വലത് കൈവെക്കുന്ന ആ രൂപത്തിനും വൻഹർ എന്ന് അദ്ദുർ അൽ മൻദൂറിലെ ആറാം വാള്യത്തിൽ 689 ഹദീസിൽ കാണാം. മറ്റൊരു പ്രബല അഭിപ്രായ പ്രകാരം വൻഹർ എന്നാൽ നെഞ്ച് കിബിലയിലേക്ക് തിരിക്കുക എന്നും അവിടെ തൊബരിയിലെ 15-ാമത്തെ വാള്യത്തിൽ 370-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നിശ്ചയം തങ്ങളോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് അബ്തർ, വാലറ്റവർ, അതായത് ഭാവിയില്ലാത്തവർ എന്നാണ് ഇതിൻ്റെ സാരം. അവിടെ ഹാസുബിന് വാഹിൽ നബി തങ്ങളെ പറയുകയാണ്, നിങ്ങളുടെ പാരമ്പര്യം, നബി തങ്ങളെ പറ്റി പറയുകയാണ്, നിങ്ങളുടെ പാരമ്പര്യം അവിടുത്തെ സ്മരകൾ നിലനിൽക്കുകയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നബി തങ്ങളുടെ അഭിപ്രായ തങ്ങളുടെ സന്താന പരമ്പരയും പ്രശസ്തിയും അന്ത്യനാൾ വരെ നിലനിൽക്കുകയും പരലോകത്ത് വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മഹത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ കൗസർ നിത്യമാക്കുന്നതിലൂടെ ധാരാളം മഹത്വങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ സ്വർഗത്തിലെ എല്ലാ നദികളിൽ നിന്നും അവിടെ അല്ലാഹു തആല അവനെ വെള്ളം കുടിപ്പിക്കും. മാത്രമല്ല സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ അവൻ്റെ ഹൃദയം വിശാലമാകും. മഴ പെയ്യുന്ന സമയത്ത് സൂറത്തുൽ കൗസർ 100 തവണ ചൊല്ലിയാൽ അവൻ്റെ ദുആകൾക്ക് പെട്ടെന്ന് ഇജാബത്ത് നൽകുമെന്ന് അവിടുന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല നമ്മളെല്ലാവരും സൂറത്തുൽ കൗസറിനെ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ വിഷയം ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.